പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുകയാണ്, സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരാണ്? ഈശോ ഒരു ശിശുവിനെ എടുത്തവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് പറയുകയാണ്, മാനസാന്തരപ്പെട്ട് ഈ ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. മാനസാന്തരപ്പെട്ടൊരു ശിശുവിനെ പോലെ നിങ്ങളാകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് കർത്താവ് പറയും. വലിയവനാരാണെന്നുള്ളതിനെക്കാട്ടി കൂടുതലായിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് ഒരു ശിശുവിനെ പോലെ ആകണം. രണ്ടാമത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഈ ചെറിയവർക്ക് നിങ്ങൾ നിഷ്പ്രേരണ കൊടുക്കരുത് എന്നാണ് കർത്താവ് പറയുന്നത്. മൂന്നാമത്തതാണ്, ഈ ചെറിയവരെ നിങ്ങൾ നിന്ദിക്കരുത്. നാലാമത്തെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ ചെറിയവർ നഷ്ടപ്പെട്ടു പോയാൽ അത് കണ്ടെത്തി കഴിയുമ്പോൾ ഇടയന് അപ്പൻ അല്ലെങ്കിൽ സ്വർഗത്തിന് വലിയ സന്തോഷമാണ് എന്ന് കർത്താവ് നമ്മോട് പറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യം ഈ ഭൂമിയിൽ വെച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ചെറുതാകാൻ, ഈ ലോകത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ചെറുതാകാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ശിശുവിനെ പോലെ നമുക്കാകാനായിട്ട് സാധിക്കണം. നമുക്കൊരു മാനസാന്തരം ആവശ്യമാണെന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ വേണ്ടി എന്തുകൊണ്ട് ഒരു ശിശുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം എത്ര സന്തോഷമായിട്ടാണ് ഒരു ശിശു ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതിന് 2 കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, അത് ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നതല്ല. 2, ഭൂതകാലത്തെപ്പറ്റി ഓർക്കുന്ന ജീവിതവുമല്ല. ഭാവിയെപ്പറ്റി ഓർക്കുന്ന ജീവിതവുമല്ല, ഭൂതകാലത്തെപ്പറ്റി ചിന്തിക്കുന്ന ജീവിതവുമല്ല. പിന്നെ ആകെപ്പാടെ ഒരു ശിശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത, അത് വർത്തമാന കാലത്തെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ സമയത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ ജീവിതത്തിലെ കുറവെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഭാവിയെപ്പറ്റി ഓർത്ത് നമ്മൾ വിഷമിക്കുന്നവരാണ്. ഇന്നലകളെ പറ്റി ഓർത്ത് നമ്മൾ നെടുവീർപ്പെടുന്നവരാണ്. ഇന്നലകളുടെ ഒരു ഭാണ്ഡക്കെട്ട് ചുമന്നുകൊണ്ടാണ് നമ്മളെപ്പോഴും നടക്കുന്നത്. ആ ഭാണ്ഡക്കെട്ട് അഴിച്ചത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ നെടുവീർപ്പെടുന്നത്. അപ്പോഴാണ് പരാതി നമുക്കുണ്ടാകുന്നത്, പരിഭവം ഉണ്ടാകുന്നത്. നമ്മളെ ദ്രോഹിച്ചവരുടെ പറ്റി നമ്മൾ ഓർക്കുന്നത്, അവർ ചെയ്ത ദ്രോഹത്തെ പറ്റി ഓർക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ അവർ വരുത്തിയ ഉപദ്രവത്തെ പറ്റി ഓർക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ അവർ വരുത്തിയ ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ ഓർക്കും. ഇത് ഭൂതകാലത്തിലെ ഒരു ഭാണ്ഡക്കെട്ടാണ്. ഇനി നമ്മൾ ഓർക്കുന്നുണ്ട്, ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എങ്ങനെ ഞാൻ ജീവിക്കും, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, ഞാൻ എന്ത് ചെയ്യും, ഈ നിമിഷം മുതലുള്ള ഭാവിയെപ്പറ്റി നമ്മൾ ഓർത്ത് ചിന്തിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരങ്ങളാണ് ഉത്കണ്ഠ, ആകുലത, ഭയം. അത് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും ശക്തമായിട്ട് നിൽക്കും. ഇത് ഭാവിയെപ്പറ്റി ഓർക്കുമ്പോൾ സംഭവിക്കുന്ന. അതുകൊണ്ട് നമ്മുടെ അധ്വാനവും ജീവിതമെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാവി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ, ഭാവി ഉറപ്പാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നവരാണ്. അതുണ്ടെങ്കിൽ, ഇതുണ്ടെങ്കിൽ, ഇങ്ങനെ ക്രമീകരിച്ചാൽ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ ഭംഗിയായിട്ട് ഉറയ്ക്കും, അല്ലെങ്കിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഈ ലോകത്തിലൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അടുത്ത നിമിഷം മുതൽ ഭാവിയെപ്പറ്റി ഉറപ്പ് തരാൻ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഏതെങ്കിലും ഒരു സംവിധാനത്തിന്, കമ്പനിക്കോ സാധിക്കുമോ?
അവരൊക്കെ വാഗൊണ്ട് പറയും, വാഗ്ദാനങ്ങൾ നടത്തും. അടുത്ത നിമിഷം മുതൽ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും തീർച്ചയില്ലാത്ത എന്റെയും നിങ്ങളുടെയും ജീവിതമാണ് ഈ ഭൂമിയിലെ ജീവിതം എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എത്ര നശ്വരമാണ്, എത്ര ബലഹീനമാണ്, എത്ര ദുർബലമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം എന്നുള്ള കാര്യം അടുത്ത നിമിഷം നമ്മൾ കാണുമോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഓരോരുത്തരുടെ ജീവിതത്തെ പറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് കണ്ടതാണ് അടുത്ത നിമിഷം കാണുകയില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇപ്പൊ കുഴപ്പമായി. എല്ലാം ഉണ്ട്, ആഗ്രഹിച്ചതൊക്കെ നേടി, ഇപ്പോൾ രണ്ട് കണ്ടും കാണത്തില്ല. എല്ലാം ഉണ്ട്, അനങ്ങാൻ വയ്യാത്ത സാഹചര്യം. തിരിയണമെങ്കിൽ മറിയണമെങ്കിൽ അങ്ങോട്ടൊന്ന് ചരിയണമെങ്കിൽ പലരുടെ സഹായമില്ലാതെ സാധിക്കാത്തൊരവസ്ഥ. എല്ലാം കുഴപ്പമില്ല, എല്ലാ മക്കളൊക്കെ പഠിച്ചു, മരുമക്കൾ ഡോക്ടറായി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇരിക്കുന്ന ഇരിപ്പിൽ സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന ഒരവസ്ഥ. 4 ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാത്തൊരു അവസ്ഥ. ഇതൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാര്യം, ഈ ഭൂമിയിൽ അടുത്ത നിമിഷം മുതൽ ജീവിതത്തിലെ കാര്യങ്ങൾ ഉറപ്പിച്ചു തരാൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആരുമില്ല. അവിടെ എന്താ നമ്മൾ ഒരു ശിശുവിനെ പോലെ രൂപാന്തരപ്പെടണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തില് ദൈവത്തിൻ്റെ സന്നിധിയില് ദൈവത്തെ പൂർണ്ണമായിട്ട്, ഒരു ശിശു മാതാപിതാക്കന്മാരെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ഭാവിയും ഭൂതവും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരു ശിശുവിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട്, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അതേ ഉള്ളൂ, യഥാർത്ഥമായിട്ടുള്ളത് ഈ വർത്തമാന കാലം മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഭൂതകാലവും ഭാവി കാലം കൂടെ ആകപ്പാടെ ഒരു നിമിഷം മാത്രം ഭൂമിയിൽ ജീവിക്കുന്ന എൻ്റെ ഈ വർത്തമാന കാലത്തെ ഞെരുക്കി തളർത്തി അതിനെ ഫലവിരഹിതമായിട്ട് നിർജീവമായി കളയുന്ന ഒരവസ്ഥ. ആകുലത കൊണ്ടും ദുഃഖം കൊണ്ടും അതേ കഴിഞ്ഞ കാലത്തെ നഷ്ടബോധത്തിലൂടെ വരുന്ന വേദന സഹിച്ച് ഈ വർത്തമാനകാലം പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. തളർന്നിരിക്കും, തകർന്നിരിക്കും, നിരാശപ്പെട്ടിരിക്കും, നിർവീര്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഊർജ്ജസ്വലതയോടുകൂടി അനുവർത്തിക്കേണ്ട പല കാര്യങ്ങളും അനുവർത്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഫലരഹിതമാക്കി, ശൂന്യമാക്കി, അതേ നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടു നടക്കുന്നതായിട്ട് കാണാനായിട്ട് പലപ്പോഴും നമുക്ക് തന്നെ സാധിക്കും. ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാണോ ജീവിക്കേണ്ടത്? ഒരു ദൈവ പൈതൽ എന്ന് പറയുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യരിലോ വസ്തുക്കളിലോ ഭൂമിയിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്കൊരു മാനസാന്തരം ഉണ്ടാകണം. ജെറമിയ 17:5 നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചതാണ്. മനുഷ്യരിൽ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബമാക്കി ഹൃദയം ദൈവത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഞാനും നിങ്ങളും അറിയാതെ വീടുണ്ടെങ്കിൽ എല്ലാമായി, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാമായി, വിവാഹം കഴിച്ചാൽ എല്ലാമായി, മക്കളുണ്ടെങ്കിൽ എല്ലാമായി, പണമുണ്ടെങ്കിൽ എല്ലാമായി, ജീവിതത്തിന്റെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയാൽ എല്ലാമായെന്ന് പറയുന്ന ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന അഹങ്കാരി. നീ ദൈവമില്ലാതെ നീ ജീവിക്കാൻ തുടങ്ങിയാൽ നീ ഒരു ശാപമായിട്ട് തീരുക എന്നുള്ളതാണ്. ദൈവത്തെക്കാട്ടി കൂടുതലായിട്ട് നീ ഏതെങ്കിലും ഒരു കാര്യത്തില് ആശ്രയിക്കുകയോ പ്രാധാന്യം കൊടുത്ത് നീ ജീവിക്കാൻ ശ്രമിച്ചാൽ നീ ഒരു ശപിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായിട്ട് നീ തീർന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ശാപം നിനക്ക് മാത്രമല്ല, നീ ഒരു ശപിക്കപ്പെട്ടവനാണെങ്കിൽ, ദൈവകൃപയില്ലാത്ത വ്യക്തിയാണെങ്കിൽ നീ തലമുറകൾക്ക് തന്നെ നീ ഒരു ദുരന്തമായിരിക്കും, നീ ഒരു ദുരിതമായിരിക്കും.
നീ ഒരു അനുഗ്രഹമല്ലാത്ത രീതിയിൽ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് നിന്റെ ദുരന്തമോ നിന്റെ ജീവിതത്തിന്റെ ശപിക്കപ്പെട്ട അവസ്ഥ അത് നിന്നെ മാത്രമല്ല ബാധിക്കുന്നത്, തലമുറകളെ ബാധിക്കുന്ന ഒരു ദുരന്തമായിട്ട് തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരുത്തണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നവരാകരുത്. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കുന്നവരാകരുത്, സമ്പത്തിൽ ആശ്രയിക്കുന്നവരാകരുത്. ഈ ജീവിതത്തിൽ ദൈവാനുഗ്രഹമുള്ള വ്യക്തിയായിട്ട്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയായിട്ട് തീരണമെങ്കിൽ ദൈവത്തിൽ മാത്രം ഞാൻ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയായിട്ട് തീരണം. എനിക്ക് ആകപ്പാട് പ്രവർത്തിക്കാനും ജീവിക്കാനും ഈ ഒരു നിമിഷം മാത്രമേ എനിക്കുള്ളൂ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ പറ്റി എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പലരും ആത്മീയ തലത്തിലേക്ക് വളരുന്നില്ല. പലരും കുറച്ച് ആചാര അനുഷ്ഠാനങ്ങള് കർത്താവിന്റെ മുമ്പിൽ, പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ മെഴുകുതിരി, അല്ലെങ്കിൽ വിശുദ്ധരുടെ മുമ്പിൽ കുറച്ച് മെഴുകുതിരി കത്തിച്ച് അവരെ പ്രീതിപ്പെടുത്താൻ മെഴുകുതിരി കത്തിച്ചാൽ മതി, പള്ളിയിൽ വന്നാൽ മതി, കുർബാനയെ സംബന്ധിച്ച് പ്രതിവാക്യം പറഞ്ഞാൽ മതി, ഒന്ന് കുമ്പസാരം എന്ന ചടങ്ങ് നടത്തിയാൽ മതി എന്നൊക്കെ ധരിച്ച് നമ്മുടെ ജീവിതത്തെ ഇതാണ് ആത്മീയത, വിശ്വാസം എന്ന് അല്ല. വിശ്വാസം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മനസ്സിലാക്കേണ്ടത്, എനിക്ക് മാനസാന്തരം ഉണ്ടാകണം, എൻ്റെ അഹങ്കാരം ഞാൻ മാറ്റണം, എൻ്റെ ഹൃദയം ദൈവത്തിൽ സമർപ്പിക്കണം. എൻ്റെ ഹൃദയത്തെയാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദൈവത്തോടുള്ള ബന്ധം എനിക്കുണ്ടാകണം. അതെ, യെശയ്യായുടെ പുസ്തകത്തിലെ 57-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിലെ മഹോന്നതനായ ദൈവം, മഹത്വത്തിന്റെ ദൈവം, അനന്തതയിൽ ജീവിക്കുന്ന ദൈവം, അതേ എളിമയുള്ള ഹൃദയത്തെയും താഴ്മയുള്ള മനുഷ്യരുടെ ആത്മാക്കളെ സ്വീകരിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ വസിക്കുന്നുവെന്നാണ് യെശയ്യായുടെ പ്രവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം. ഈ ദൈവത്തിന് ഹൃദയമാണ് വേണ്ടത്, ഈ താഴ്മയുള്ള ആത്മാവിനെയാണ് വേണ്ടത്. ഈ ദൈവത്തിന്റെ മുമ്പിൽ വചനമനുസരിച്ച് ചെറുതാകുന്ന എളിമയുള്ള വ്യക്തികളെയാണ് തമ്പുരാന് ആവശ്യമുള്ളത്. അല്ലാതെ മനുഷ്യരിൽ ആശ്രയിച്ച്, ലോകത്തെ ആശ്രയിച്ച്, ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച്, ദൈവത്തെക്കാട്ടി കൂടുതലായിട്ട് ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിച്ച് അവരെയല്ല തമ്പുരാൻ ആവശ്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, എനിക്കൊരു മാനസാന്തരം ആവശ്യമാണെന്ന് പറയുന്നത്. ഈ മാനസാന്തരത്തില് ഒരുവന്റെ ജീവിതം ദൈവസന്നിധിയിൽ യഥാർത്ഥത്തിൽ മാനസാന്തരം ഉണ്ടാകുമ്പോൾ അതേ ദൈവത്തെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും, ഒന്നാം കൽപ്പന. ദൈവകാര്യങ്ങൾക്ക് മുഖ്യ സ്ഥാനം കൊടുക്കും, പ്രാധാന്യം കൊടുത്ത് ജീവിതത്തെ അതനുസരിച്ച് ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കും. ഈ ക്രമീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടൊരു ശിശുവായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ, നാളെ എങ്ങനെ ജീവിക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമുണ്ട്: ദൈവം നടത്തും. ഞാൻ എങ്ങനെ മക്കളെ വളർത്തും? ദൈവം നടത്തും. ഞാൻ എങ്ങനെ ഇവരെ ഭാവി കാര്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കും? ആയുസ് തരുന്നവൻ അതിനു വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കും. ഇതാണ് മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സമയങ്ങളിൽ അതെല്ലാം കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. ഇതാണ് ഭൂമിയിലെ ഒരു ദൈവ പൈതലിന്റെ ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഇന്ന് നമ്മുടെ ജീവിതം എന്താണ്? ഞായറാഴ്ചയാണോ? ശനിയാഴ്ചയാണോ? എന്താണ്? നോമ്പാണോ? അല്ലെങ്കിൽ ഇതെന്താ കുർബാനയാണോ? ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ, ഇതിനെപ്പറ്റി ചിന്തിക്കാത്തൊരവസ്ഥ, ആത്മീയ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും മാനസാന്തരപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് യെശയ്യായുടെ പുസ്തകത്തിലെ 57-ലെ 19-ാമത്തെ വാക്യത്തില് നമ്മളൊക്കെ തമ്പുരാന്റെ ദുഷ്ടരാ. ആരാണ് ദുഷ്ടർ?
അത് ദുഷ്ടൻ ശോഭിച്ചൊരു കടൽ പോലെയാണ്. അതെപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അതിന് സ്വസ്ഥമാകാൻ സാധിക്കത്തില്ല. അതെപ്പോഴും ഇങ്ങനെ ഒലഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ജീവിതം സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം. ഇന്ന് പലർക്കും പലതുമുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ സമാധാനമില്ല. ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട സമാധാനം ദൈവത്തിൻ്റെ ചെറിയവർക്ക് മാത്രമേ, ദൈവനാമത്തിൽ മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രം ദൈവം കൊടുക്കുന്ന ഒന്നാണ് സമാധാനം. ബാക്കിയുള്ളത് ആർക്ക് വേണമെങ്കിലും തരാം, ആർക്ക് വേണമെങ്കിലും തരാം. പണം തരാം, വേണമെങ്കിൽ ചികിത്സ തന്ന് എന്നെ സുഖപ്പെടുത്താം, അല്ലെങ്കിൽ വേറെ ഭൂമിയിലെ പല വസ്തുക്കൾ എനിക്ക് തരാം. പക്ഷെ സമാധാനം ദൈവത്തിന് മാത്രമേ തരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ ഈ സമാധാനം ഇല്ലാത്ത ഒരവസ്ഥ, ഒരു ദുരവസ്ഥ. ഒരു മനുഷ്യ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകേണ്ടതുപോലെ, വളരേണ്ടതുപോലെ, അതിൻ്റെ തലത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആ മാനസാന്തരത്തിൻ്റെ പ്രവർത്തനം ശക്തമാകാത്തത് കൊണ്ടാണ് ഇന്ന് ദൈവം തരുന്ന സമാധാനം പലർക്കും അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനെ മാനസാന്തരപ്പെട്ട ദൈവ പൈതലായിരിക്കുന്ന ഈ ചെറിയവരോട്, ചെറിയവരെ പറ്റി കർത്താവ് പറയാണ്, അവർക്ക് നിങ്ങൾ ദുഷ്പ്രേരണ നൽകരുത്. അവർക്ക് നിങ്ങൾ ഒരിക്കലും ദുഷ്പ്രേരണ നൽകരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവമക്കൾക്ക് ദുഷ്പ്രേരണ നൽകരുത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, അവന്റെ ദുഷ്പ്രേരണ കൊടുക്കുന്നവന്റെ അവസ്ഥയെ പറ്റി പറയുന്നത്, അവൻ ജനിക്കാതിരിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ അതിനെക്കാട്ടി ഭേദമാണ് കഴുത്തിൽ തിരികല്ലിട്ട് കടലിലേക്ക് എറിയുന്ന നല്ലത്. ദുഷ്പ്രേരണ കൊടുക്കുന്നത് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പാപം ചെയ്യുന്നതിനെക്കാട്ടിൽ ഗൗരവമാണ് പാപം ചെയ്യാനുള്ള പ്രേരണ കൊടുക്കുന്നത്, പ്രലോഭനം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അറിയാതെ ദുഷ്പ്രേരണ കൊടുക്കുന്നവരായിട്ട് ജീവിച്ചു പോകും. വിശ്വാസ ജീവിതത്തിൽ വളരാതിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ദുഷ്പ്രേരണക്കാരായിട്ട് നമ്മൾ മാറും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും ജീവിതശൈലി കൊണ്ടും നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ കൊടുക്കുന്നവരായിട്ട് നമ്മൾ തീരും. അതുകൊണ്ട് തന്നെയാണ് മദ്യപിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, മദ്യപാനത്തിന് പ്രേരിപ്പിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, മദ്യം കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, മദ്യം വിൽക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് പ്രേരണ കൊടുക്കുന്നതാണ്, പാപം ചെയ്യാനുള്ള പ്രലോഭനം കൊടുക്കുന്നതാണ് ജീവിതത്തിലെ ദൈവസന്നദ്ധിയിൽ പാപം ചെയ്യുന്നതിനേക്കാട്ടിൽ ഗൗരവമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി നമ്മൾ കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകും. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ചിലരുടെ പ്രാർത്ഥനയാണ് ചിലർ പ്രാർത്ഥിക്കാതിരിക്കുന്നതിന് കാരണം. ചിലരുടെ കുർബാനയിൽ പങ്കെടുക്കുന്നതാണ് ചിലരെ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം. ചിലരുടെ പള്ളിവരവാണ് ചില പള്ളി വരാതിരിക്കുന്നതിന് കാരണം. കാര്യം അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് മാത്രമല്ല, അതൊരു ദുഷ്പ്രേരണയ്ക്ക് കാരണമായിട്ട് തീരുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ വരണം. എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു ദുഷ്പ്രേരണയ്ക്ക് കാരണമായിട്ട് തീരുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ഒരു സ്ത്രീ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അവൾ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു വ്യക്തിക്ക്, ഒരാൾക്കല്ല അനേകർക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമായിട്ട് തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ഒരു സ്ത്രീ എവിടെ ജീവിച്ചാലും ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയും. ഈ അവസരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഞാനൊരു പുരോഹിതനാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണം, എൻ്റെ ജനത്തിന് ഞാനൊരു ദുഷ്പ്രേരണയ്ക്ക് കാരണമായി തീരുന്നു. അതുപോലെ ഒരു കുടുംബത്തിലൊരപ്പൻ, ആ കുടുംബത്തിന് ദുഷ്പ്രേരണയാകരുത്.
ഈ ഒരു ബോധ്യം നമുക്കിലേക്ക് വരുമ്പോഴാണ് ഒരമ്മയാണെങ്കിൽ മക്കൾക്കൊരിക്കലും ദുഷ്പ്രേരണയ്ക്ക് കാരണമായിട്ട് തീരരുത്. ഒരു ദൈവത്തെ വിളിക്കുന്ന ഒരു ക്രിസ്തീയ കുടുംബം മറ്റൊരു കുടുംബത്തിന് ദുഷ്പ്രേരണയ്ക്ക് കാരണമായിട്ട് തീരരുത്. ഈ ദുഷ്പ്രേരണ മേഖലയെ പറ്റി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അറിയാതെ ഒരുപാട് ദുഷ്പ്രേരണകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദൈവത്തെ പറ്റി വികലമായിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ദൈവം തരുന്ന സമാധാനം അനുഭവിക്കാൻ വളരാതെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമായിട്ട് തീരാൻ ഇടയാകും എന്നുള്ള കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയും. മൂന്നാമത്തെ ഒരു കാര്യം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, എൻ്റെ ഈ ചെറിയവരെ നിങ്ങൾ നിന്ദിക്കരുത്. ഒരു വ്യക്തി പിച്ച വെച്ച് കർത്താവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഒരുങ്ങുമ്പോൾ അവരെ നിങ്ങൾ നിന്ദിക്കരുത്, അവരെ നിങ്ങൾ അപമാനിക്കരുത്, അവരെ നിരുത്സാഹപ്പെടുത്തരുത്, അവരെ അവഗണിക്കരുത്. അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്, അവരെ എൻകറേജ് ചെയ്യാനായിട്ട്, അവരെ അവരുടെ ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അവഗണിച്ചാൽ കർത്താവ് പറയുന്നതാണ്, അവരെ അവഗണിച്ചാൽ എന്നെയാണ് അവഗണിക്കുന്നത്. എന്നെ ഈ മാനസാന്തരപ്പെട്ട ഒരു ശിശുവായിരിക്കുന്ന ഈ വ്യക്തിയെ സ്വീകരിച്ചാൽ എന്നെയാണ് സ്വീകരിക്കുന്നത് കർത്താവ് പറയുന്നു. വീണ്ടും അവഗണന അവരുടെ ജീവിതത്തിൽ അവരെ നിരുത്സാഹപ്പെടുത്തുക, വിശ്വാസ ജീവിതത്തിൽ വളരാൻ സഹായിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ട് അവരുടെ മാലാഖമാര് നിരന്തരമായിട്ട് എൻ്റെ പിതാവിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുക. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നിസ്സാരമായിട്ട് കാണരുത്. അത് വ്യക്തിയാണെങ്കിൽ, സ്ഥലമാണെങ്കിൽ, അത് ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധമായ കർമ്മമാണെങ്കിലും ഒന്നിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അത് ദൈവസന്നിധിയിൽ അത് പ്രധാനപ്പെട്ടതാണെന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം. നാലാമത്തെ ഒരു ചിന്തയിൽ കർത്താവ് പറയാണ്, ഈ ചെറിയവർ നഷ്ടപ്പെട്ടു പോകാനായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകാനായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ കണ്ടെത്തി വീണ്ടും കർത്താവ് തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. 99 ആടുകളെ മലയിൽ ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ തൻ്റെ ആടിനെ തേടിയിറക്കുന്ന ഒരു ഇടയനെ പോലെ തൻ്റെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടെത്തുന്നൊരു ദൈവമാണ് ഈ ചെറിയവരുടെ ദൈവം എന്നുള്ള കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായ കാര്യങ്ങൾ പോലും ദൈവത്തിന് മുമ്പിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ ചെറിയവരുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. ഞാൻ ചെറുതാകാൻ ശ്രമിക്കുക. ഇനി എങ്ങനെ ചെറുതാകാൻ സാധിക്കും? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മാത്രമേ നമുക്ക് ചെറുതാകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വചനമനുസരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ചെറുതാകാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ ചെറുതാകുമ്പോൾ, വചനമനുസരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് ഈ ദൈവമാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്ന് ദൈവത്തെ മാറ്റി നിർത്തി കുഞ്ഞുങ്ങളാണ് പഠിത്തത്തോട് പഠിത്തം, മറ്റു കാര്യങ്ങളൊക്കെ ജോലിക്ക് വേണ്ടിയുള്ള അധ്വാനം, പണം സമ്പാദിക്കാനുള്ള വ്യഗ്രത, ദൈവത്തെ മാറ്റി നിർത്തി വീട് നോക്കി നടത്താനുള്ള ശ്രമിക്കുന്നൊരവസ്ഥ, ദൈവത്തെ മാറ്റി നിർത്തി കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ശ്രമം, ദൈവത്തെ മാറ്റി നിർത്തി ലോകത്തിലെ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നൊരവസ്ഥ, അവസാനം വരുമ്പോൾ നീ ഒരു ശപിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് നീ തരം താഴ്ത്തപ്പെടുന്ന ഒരു ദുർദിനമുണ്ട്, ഒരു നിമിഷമുണ്ട്. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ നിന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങൾ പുറത്തു കിടക്കുന്ന മരണമെന്ന് പറയുന്ന ആ സംഭവത്തിലൂടെ പുറത്തു കിടന്ന് തമ്പുരാന്റെ മുമ്പിൽ തനത് വിധിക്കായിട്ട് നിൽക്കുമ്പോൾ ഞാനൊരു ശപിക്കപ്പെട്ട അവസ്ഥയിലാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആയുസ് എനിക്ക് നീട്ടി തന്നുകൊണ്ടിരിക്കുന്നത്
ഒരു ദിവസത്തിലെ ഓരോ നിമിഷവും എനിക്ക് നീട്ടി തന്നുകൊണ്ടിരിക്കുന്നത് ഈ ചെറുതാകാനുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസരമായിട്ടാണ്. മനസ്സാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള അവസരമായിട്ടാണ്. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാനുള്ള അവസരമായിട്ടാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്താൻ വേണ്ടിയുള്ള അവസരമായിട്ടാണ്. എല്ലാത്തിലുപരി ദൈവത്തിൽ ആശ്രയിച്ച് ഭൂതവും ഭാവിയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്നത്തെ ദിവസം ദൈവം ആഗ്രഹിക്കുന്നത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം എനിക്ക് ആയുസ്സിൻ്റെ ദിനങ്ങൾ എനിക്ക് നീട്ടിത്തരുന്നത്. ഇത് വിസ്മരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. നമ്മളിത് 15 നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദിവസത്തിൽ ഈ നോമ്പ് കാലത്ത് ഒരു വലിയ മാനസാന്തരത്തിൻ്റെ, നവീകരണത്തിൻ്റെ, ജീവിത വിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലയളവായിട്ട് നമുക്ക് ഈ നോമ്പിനെ കാണാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ ആമേൻ.